മുജാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് പറഞ്ഞു, അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അതേ, ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതേ, ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതേ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതേ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ചെന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടൊരു വിശദീകരണം ആവശ്യമാണ്. അതേ, ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്തതെന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ, അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ? എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നേടിയതിൽ എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതിവെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിലതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതെന്റെ സുഹൃത്തുക്കൾ മനസ്സിലായിട്ട് പറഞ്ഞിട്ടും അത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞിട്ടും മുൻഗാമികളായ ആളുകൾ ഇതുവരെ 2012 വരെ നാം ഒന്നിച്ചു പറഞ്ഞ KM മൗലവി പഠിപ്പിച്ച, PK മൂസ മൗലവി പഠിപ്പിച്ച, അതുപോലെ തന്നെ അമാനി മൗലവി റഹിമഹുള്ള പഠിപ്പിച്ച, ഉമർ മൗലവി പഠിപ്പിച്ച, അതുപോലെ തന്നെ KP മുഹമ്മദ് മൗലവി പഠിപ്പിച്ച അതേ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളിലുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലെ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ നാം ഒന്നായി നിലനിന്നിരുന്ന അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടൊരു ഈ ഭാഗം പോവുകയാണ്. അത് സമ്മതിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ കയ്യിലതാ എത്രയോ കാലങ്ങളായി ഒരു മാറ്റവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ആദർശമതാ എല്ലാ രംഗത്തും നമ്മൾ കൊണ്ടു നടക്കുന്നു. അത് നമ്മൾ ഒന്നായി പറയുന്നതിനിടക്ക് 2012 ശേഷമെന്റെ പുതിയൊരു വാദവുമായി കൊണ്ടാളുകൾ പോവുകയാണ്. അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ്. കണ്ണേറ് ഉദാഹരണം പറയുന്നു, ജിന്നുബാധ ഉദാഹരണം പറയുന്നു, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ അതാ ഉദാഹരണമായി പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കിട്ടിയ ആദർശങ്ങളെ നമ്മുടെ മുൻഗാമികളായ പ്രതിപാദനന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാനങ്ങളിലൂടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ എന്താണോ മുമ്പ് പറഞ്ഞതെങ്കിൽ അത് തന്നെ മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അതിൽ നിന്നതാ മറ്റൊരു കൂട്ടര് പിരിഞ്ഞു പോവുകയാണ്. അവർ ഈ ഹദീസുകളെ പലപ്പോഴും പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുകൊണ്ട് 2002 വിട്ടുപോയ സഹോദരങ്ങൾ പല ഹദീസുകളെയും നിഷേധിച്ചതുപോലെ ഇവരും അതേ രൂപത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. അവരുപയോഗിച്ച പദപ്രയോഗങ്ങൾ നമ്മുടെ നേരെ എടുത്തുപയോഗിക്കുന്നു, അവർ പറഞ്ഞ ആരോപണങ്ങൾ നമ്മുടെ നേരെ ആരോപിക്കുന്നു. അങ്ങനെ എന്തായി? വളരെയേറെ അബദ്ധത്തിലേക്ക് ചാടി എന്ന് മാത്രമല്ല, ശിർക്ക് സമൂഹത്തെ പഠിപ്പിക്കേണ്ടുന്ന, ആ ശിർക്കിനെതിരെ ശക്തമായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന, ശിർക്ക്
ശിർക്കൻ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മുളവൊട്ടിയാൽ അതിനെ ശക്തമായി തടയിടാൻ ബാധ്യതയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാൾക്ക് നിലവിളക്ക് ബഹുമാനത്തോടെ കൊളുത്തുന്നതിലെ ശിർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി, അതിലെ അപകടം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു എംഎസ്എമ്മുകാരന്, ചെറിയ ഒരു കുട്ടിക്ക് വരെ അറിയാവുന്ന കാര്യം ഒരു സെക്രട്ടറി പദവിയിലിരിക്കുന്നയാൾക്കറിയാതെ പോയെങ്കിൽ എന്തേ സംഭവിക്കാൻ കാരണമെന്നോ? അതേ, ശിർക്കില്ലാത്ത ഒരു സമൂഹത്തിന്റെ നേരെ നോക്കി ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയപ്പോൾ അതേ, അത് തിരിച്ചടിക്കാൻ തുടങ്ങി എന്നതല്ലാതെ മറ്റെന്ത്? മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പോലും വ്യാഖ്യാനിക്കേണ്ടി വന്നു. ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് നാളിതുവരെ നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള ആശയത്തിൽ നിന്ന് സർവശക്തനായ അല്ലാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടം പാടില്ല എന്ന് പഠിപ്പിച്ച ആ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്ന സഹായത്തേട്ടത്തിൽ നിന്ന് അതേ ദൃശ്യരായ മനുഷ്യന്മാർ ഒഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ശിർക്കിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് പലരും എത്തിപ്പെട്ടതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണ്? അതേ, ഒരു വിഭാഗത്തിന്റെ നേരെ ഇല്ലാത്തത് ആരോപിച്ചപ്പോൾ വന്നു ചേർന്നിട്ടുള്ള അപകടമാണ്. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലതാ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്, അതിനുവേണ്ടി സൂറത്തുൽ അൻആം ദുർവ്യാഖ്യാനിച്ചവരുണ്ട്. അവരെ അല്ലേ നിങ്ങൾ താങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ച് അവസാനമതാ അതേ പത്തപ്പിരിയത്ത് വെച്ച് സംവാദം നടന്നപ്പോൾ ആ ആയത്ത് തെളിവാക്കിയിട്ട് അതിന്റെ കൃത്യമായ രൂപത്തിൽ അങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെയും ഇത് ഇതേപോലെ തന്നെ തെളിവാക്കിയവരാണെന്ന് പറഞ്ഞപ്പോൾ ആ രംഗം എല്ലാവരും കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. അപ്പൊ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നു എന്നാണ് വെറുതെ പറഞ്ഞത്. അത് പറഞ്ഞവരോ ധാരാളക്കണക്കിന് ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ സംഘടന നശിക്കുകയില്ല എന്ന് പറയാൻ പോലും ആയത്ത് ദുർവ്യാഖ്യാനിച്ച്, അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് തെളിവാക്കിക്കൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു. ആ ഒരു ദുരന്തത്തിലേക്ക് പോലും എടുത്തു ചാടിപ്പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമൂഹത്തിൽ എന്താ വേണ്ടത്? ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുകയാണോ? അല്ല, ഒന്നിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഒന്നിക്കാനുള്ള മാനദണ്ഡം എന്താണ്? അതല്ലേ, ആ ആരോപണങ്ങൾ ഓരോരുത്തരും പിൻവലിച്ചു കഴിഞ്ഞാൽ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിലൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ബോധ്യമാകുന്നില്ലേ? ഈ ഒരാശയമല്ലേ ഒരു വർഷമായില്ലേ കോഴിക്കോട് അയിഞ്ഞിലം സമ്മേളനത്തിൽ ഈ ഉള്ളവൻ പ്രകടിപ്പിച്ചത്? നമ്മിലാരും ശിർക്കിലേക്ക് പോയിട്ടില്ല, നമ്മിലാരും ശിർക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ശത്രുക്കളിൽ കാണുന്ന ആ ശിർക്കിന്റെ പ്രവണതകൾക്കെതിരെ നമ്മുടെ ശബ്ദം ഒറ്റക്കെട്ടായി കൊണ്ട് നമ്മൾ അഞ്ഞു മുന്നേറണം. അതിന് നമുക്കൊന്നും തടസ്സമാകരുതെന്ന് പറഞ്ഞതിന്റെ പേരിലതാ സമൂഹത്തിൽ തമ്മിലടിപ്പിച്ചു എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് ഉണ്ടാക്കി. ഇതേ കാര്യമല്ല പ്രിയമുള്ളവരെ ഹുസൈൻ മടവൂര്, ബഹുമാന്യനായ ഹുസൈൻ മടവൂര് മക്കയിൽ നിന്ന് അറിയിച്ചത് മുജാഹിദുകളിൽ ശിർക്കില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒന്നിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു അപശബ്ദമായിട്ട് ആർക്കും തോന്നിയില്ല. ഒന്നിക്കാൻ വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു തുടങ്ങി. അതുപോലെ തന്നെ അതിനുവേണ്ട 5 അംഗ കമ്മിറ്റിയെ വരെ ശുപാർശ ചെയ്ത് നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അപ്പോഴും ഒരു വിഭാഗം ആളുകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ജിന്നുകളെ വിളിച്ച് തേടുന്നവരാണ്, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തലമുതിർന്ന പണ്ഡിതന്മാരും കാരണവന്മാരും വരെ കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന പണ്ഡിതനാണ് മലപ്പുറത്തിനടുത്തുള്ള തിരുവള്ളി മുഹമ്മദ് മൗലവി. അദ്ദേഹം ഈ വിഷയത്തിൽ വേദന പ്രകടിപ്പിച്ചു. മുജാഹിദ് സമ്മേളനത്തിൽ ഈ ഉള്ളവൻ പറഞ്ഞതിനെ തൊട്ടടുത്തു അപ്പുറത്തതാ മറ്റൊരു പ്രാസംഗികൻ ചാടി എഴുന്നേറ്റിട്ട് ഇത് സമ്മതിക്കൂല, ഇത് പറയാൻ ഇവിടെ വിടൂല, വേറെ വേദി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ചത് നന്നായില്ല, അത് ശരിയായില്ല എന്ന് തലമുതിർന്ന നേതാവ് കരുവള്ളി മുഹമ്മദ് മൗലവി പറഞ്ഞില്ലേ? ഇതിലൊരു ഉപജാപക സംഘം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ബഹുമാന്യനായ കരുവള്ളിക്കെതിരെ നടപടി ഉണ്ടായോ എനിക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കണം, പറഞ്ഞവര് മുഴുവനും പുറത്താക്കുന്ന അവസ്ഥ, പറഞ്ഞവരെ മുഴുവനും മാറ്റി നിർത്തുന്ന
എന്ന അവസ്ഥ, ഈ ഒരവസ്ഥക്കിടയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അതേ, ഓരോന്നിന്റെയും വിഷയം കാണുന്ന ശരിക്കും പഠിക്കാതെ പോകരുത്. എനിക്കല്ല മതി എന്ന് പറഞ്ഞ ആ മഹാനായ നേതാവ് ഇന്നും 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറഞ്ഞാൽ ഉടനെ മുസ്ലിം ലോകം പേര് പറയുന്ന നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ആദർശത്തെ സ്നേഹിക്കൂ പ്രിയമുള്ളവരെ. തൗഹീദിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല, അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ, കുളിക്കടവിലും പുഴക്കടവിലും ഏത് സ്ഥലത്തും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒരു സ്ഥലത്ത് വെച്ചും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ. കുളിക്കടവിലും പുഴക്കടവിലും ഏത് സ്ഥലത്തും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒരു സ്ഥലത്ത് വെച്ചും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പാടുണ്ടോ മുജാഹിദുകളെ? പാടുണ്ടോ? ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? പാടുണ്ടോ മുജാഹിദുകളെ? പാടുണ്ടോ? ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞു മുജാഹിദ് ഇന്ന് വരെ ഒരു പുഴക്കരയിലോ ഒരു കുളിക്കടവിലോ ഒരു വിജനപ്രദേശത്തോ ജിന്നെ കാക്കണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞു മുജാഹിദ് ഇന്ന് വരെ ഒരു പുഴക്കരയിലോ ഒരു കുളിക്കടവിലോ ഒരു വിജനപ്രദേശത്തോ ജിന്നെ കാക്കണമെന്ന് വിളിച്ചിട്ടുണ്ടോ? അതാരോപണമല്ലേ? അതേ മുജാഹിദുകളെ, ആ ഒരു ആദർശ ധീരതയോടുകൂടി പടച്ച റബ്ബിന്റെ കാവലോർത്തുകൊണ്ട് മുന്നോട്ട് പോകൂ മുജാഹിദുകളെ. തളരാൻ പാടില്ല. ഈ ആദർശത്തിന്റെ കൈത്തിരി എനിക്കും നിങ്ങൾക്കും ഏത് നിമിഷം വേണ്ട എന്ന് തോന്നുന്നുവോ, നിങ്ങൾ പിന്മാറുന്നുവോ, നിങ്ങളല്ലാത്തൊരു കൂട്ടരെ പടച്ചോണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പോകാൻ വേണ്ടുന്നവരെ അല്ല കൊണ്ടുവന്നു തരും. ഇതിവിടെ നിലനിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം ഇവിടെ നിലനിൽക്കും. അതിനേത് വില കൊടുക്കേണ്ടി വന്നാലും അത് നിലനിൽക്കും. അല്ലാഹുവിന്റെ കാവലുണ്ടാകും. തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആയിരങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ആ വികാരം മനസ്സിലാക്കണം.